ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. കേരള PSC 2021 നടത്താനിരിക്കുന്ന LDC LGS പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ്സാണ് ഇന്നത്തേത്. ടോപ്പിക് വൈസ് ക്ലാസ്സാണ്. ജീവശാസ്ത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻഡൈൻ എന്നാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയ്ക്ക് പറയുന്ന പേര്. അടുത്ത ചോദ്യം. വെള്ള നിറമുള്ളതും കടുപ്പമേറിയതും നിർജീവവുമായ പല്ലിൻ്റെ ഭാഗം ഏതാണ്? ആൻസർ ഇനാമൽ എന്നാണ്. വെള്ള നിറമുള്ളതും കടുപ്പമേറിയതും നിർജീവവുമായ പല്ലിലെ ഭാഗത്തിൻ്റെ പേരാണ് ഇനാമൽ. അടുത്ത ചോദ്യം. എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിൽ ഉള്ളത്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ വായിൽ ഉള്ളത്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നിയുടെ പേരെന്താണ്? ലൈസോസൈം എന്നാണ് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി അറിയപ്പെടുന്നത്. ഉമിനീരിൽ പ്രധാനമായിട്ടും 2 രാസാഗ്നികളാണുള്ളത്. സലൈവറി അമിലേസും ലൈസോസൈമും. ഇതിൽ ലൈസോസൈമാണ് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രക്തത്തിലെ എത്ര ശതമാനമാണ് പ്ലാസ്മ? ശരി ഉത്തരം 55%. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. ബാക്കി വരുന്ന 45% വരുന്നത് രക്തകോശങ്ങളുമായിരിക്കും. അടുത്ത ചോദ്യം. പ്ലാസ്മ ദ്രവത്തിൻ്റെ നിറം എന്താണ്? പ്ലാസ്മ ദ്രവത്തിന് ഇളം മഞ്ഞ നിറമായിരിക്കും ഉണ്ടാവുക. ഭക്ഷണത്തിലൂടെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോളുകൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശത്തിലെത്തുന്നത് ഈ പ്ലാസ്മയുടെ സഹായത്താലാണ്. അടുത്ത ചോദ്യം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിനാണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. അടുത്ത ചോദ്യം. രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഇനി വേറൊരു പ്ലാസ്മ പ്രോട്ടീനും കൂടെ ഉണ്ട്. ഗ്ലോബുലിൻ എന്നാണ് അതിൻ്റെ പേര്. അത് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനുമാണ്. അപ്പോൾ രക്തത്തിൻ്റെ പ്ലാസ്മയിൽ പ്രധാനമായിട്ട് 3 പ്രോട്ടീനുകളാണുള്ളത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിനാണ് രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്നത്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫൈബ്രിനോജൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ. അടുത്ത ചോദ്യം. അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന പഞ്ചസാര ആക്കുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ സലൈവറി അമിലേസ്. അതാണ് അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത്. അടുത്ത ചോദ്യം. ഭക്ഷണം ആമാശയത്തിൽ എത്താൻ കാരണമായ അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനത്തിൻ്റെ പേരെന്താണ്? പെരിസ്റ്റാൾസിസ് എന്നാണ് ഭക്ഷണം ആമാശയത്തിൽ എത്താൻ കാരണമായ അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനത്തിൻ്റെ പേര്. ലഘു പോഷക ഘടകങ്ങൾ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിലാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ചെറുകുടലിൽ കൂടിയ ആഹാരം വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുന്നുള്ളൂ. ഇതിനു കാരണം ചെറുകുടൽ ഉദരാശയത്തിൽ അനേകം മടക്കുകളായിട്ട് ചുറ്റിവളഞ്ഞ് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ചെറുകുടലിൽ കൂടി ഉദരാശയത്തിൽ മടക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ
ആഹാരം വളരെ സാവധാനത്തിൽ മാത്രമേ ചെറുകുടൽ കൂടെ നീങ്ങുകയുള്ളൂ. അടുത്ത ചോദ്യം, ശ്വാസനാളം ആരംഭിക്കുന്നത് എവിടെയാണ്? ഗ്രസനിയിലാണ് ശ്വാസനാളം ആരംഭിക്കുന്നത്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പക്വാശയം എന്ന പേരിലാണ് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ആമാശയ രസത്തിലെ ഘടകം ഏതാണ്? ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ആമാശയ രസത്തിലെ ഘടകത്തിൻ്റെ പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം സാധാരണയായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. 1 മുതൽ 3 വരെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യമായിട്ട് വരേണ്ടത്. നീണ്ടു നിൽക്കുന്ന ആസിഡിറ്റി ഏത് രോഗാവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്? ഗ്യാസ്ട്രിക് അൾസറിനാണ് നീണ്ടു നിൽക്കുന്ന ആസിഡിറ്റി കാരണമാകുന്നത്. ഇത് മലയാളത്തിൽ ആമാശയ വ്രണം എന്നും കൂടി അറിയപ്പെടാറുണ്ട്. അടുത്ത ചോദ്യം, അന്നജം പാൻക്രിയാറ്റിക് അമ്ലേസുമായിട്ട് പ്രവർത്തിച്ച് രൂപം പ്രാപിക്കുന്നത് എന്താണ്? മാൾട്ടോസ് ആണ് അന്നജം പാൻക്രിയാറ്റിക് അമ്ലേസുമായിട്ട് പ്രവർത്തിച്ചിട്ട് രൂപം പ്രാപിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റാൻ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ ഘടകം ഏതാണ്? ട്രിപ്സിനാണ് പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയ രസത്തിലെ ഘടകം. അടുത്ത ചോദ്യം, പോഷകങ്ങളുടെയും മറ്റു ഘടകങ്ങളുടെയും 90% ജലത്തെയും ആഗിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ്? വില്ലസുകളിലൂടെയാണ് പോഷകങ്ങളെയും 90% ജലത്തെയും ആഗിരണം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുഭാഗത്തെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്ന പ്രക്രിയയ്ക്ക് ഏതു പേരാണ് പറയുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ എന്നാണ് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുഭാഗത്തെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്ന പ്രക്രിയയുടെ പേര്. അതുപോലെ തന്നെ വായുവിലെ ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതും സിമ്പിൾ ഡിഫ്യൂഷൻ മൂലമാണ് എന്ന കാര്യവും ഓർക്കുക. വേറൊരു കാര്യമുണ്ട്, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ഓസ്മോസിസ്. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസിസ് എന്ന പ്രക്രിയയിൽ കൂടി ആയിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ജീവശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്